നമസ്കാരം. വൻ താര ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ട ഫ്രണ്ട് പേജിൽ കണ്ട വലിയൊരു വാർത്ത. അതായത് നമ്മളൊക്കെ കണ്ടതാണ്, നമ്മൾ കണ്ട് ആസ്വദിച്ചതും ഒക്കെയാണ്. അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം, കോടികൾ ചെലവഴിച്ച് നടന്ന ഒരു വിവാഹം. അതിനകത്ത് വന്ന പ്രമുഖരെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള നല്ലതും ചീത്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ഒരു കുറേ നാൾ ആ കല്യാണമായിരുന്നു നമ്മളുടെ ചർച്ചാ വിഷയം തന്നെ. അപ്പം ആനന്ദ് അംബാനി ഒരു ചെറിയ രോഗത്തിന് അടിമയൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ അറിയാം. പുള്ളിയുടെ ഒരു ഹോബിയാണ് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മൃഗങ്ങളെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റി കഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാനുണ്ട്. പക്ഷെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ അങ്ങനെ ഒരു സംഭവമില്ല. 3000 ഏക്കർ ഭൂമി അങ്ങേരെ എടുത്തിട്ട് അവിടെ ഈ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ആശുപത്രി ഉൾപ്പെടെയുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വനം ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. അത് പുള്ളിയുടെ ഒരു ഹോബിയാണ്. അപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് പരാതി, അതായത് ഒരുപാട് ഈ വെളുപ്പിക്കൽ സംഭവം, അല്ലെങ്കിൽ പണം വെളുപ്പിക്കൽ, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ആൾക്കാർ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഉള്ള ഒരു മറുപടി ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് നിബന്ധനകൾ എന്തൊക്കെയാണോ ആ നിബന്ധനകൾക്കപ്പുറം മേന്മയോടുകൂടിയാണ് അവർ ചെയ്യുന്നതെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന തന്നെയുണ്ട്, കുറച്ച് ആൾക്കാർ പണം ഉണ്ടായി കഴിയുമ്പോൾ അവന് കള്ളക്കടത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ എല്ലായിടത്തും ഉണ്ടല്ലോ പുഴുക്കുത്തുകൾ അല്ലേ. അപ്പം അങ്ങനെയുള്ള കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കുള്ളൊരു മറുപടി തന്നെയാണ്. കാരണം അവർ പണക്കാരായി പോയി എന്ന് വിചാരിച്ച് അതൊരു കുറ്റമായിട്ടൊന്നും ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ അയാൾ ചെയ്തൊരു നല്ല കാര്യം. പുള്ളിയെക്കുറിച്ച് നമ്മൾ വളരെയധികം ആ കല്യാണ സമയത്ത് വായിച്ചതാണ്. പുള്ളിയുടെ ആ രൂപഭാവവും, അല്ലെങ്കിൽ ആ പ്രണയവും, ആ പ്രണയത്തിൽ ആ പെൺകുട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ സമയത്തെല്ലാം വിശദമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷവും ഹോബിയും ഒക്കെയാണ് ഇതുപോലുള്ള മൃഗങ്ങൾ, അതായത് വയ്യാത്ത മൃഗങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പറ്റിയ മൃഗങ്ങളെ അങ്ങനെയൊക്കെ ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 3000 ഏക്കർ ഭൂമിയെടുത്ത് അദ്ദേഹം അതിനകത്ത് ഇവയൊക്കെ സംരക്ഷിക്കുന്നു. അതായത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, പുറത്തുനിന്നുമുള്ള മൃഗങ്ങളെയും കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പം ആ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവർ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് പത്ര റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. അത്രയേ ഉള്ളൂ.